കോട്ടയം മെഡിക്കൽ കോളേജിൽ 3 വയസ്സുകാരിയുടെ മരണം ചികിത്സാ പിഴവിനാലെന്ന് ആരോപണം. കട്ടപ്പന സ്വദേശികളായ ആശ, വിഷ്ണു ദമ്പതികളുടെ മകൾ അപർണികയാണ് മരിച്ചത്. വയറുവേദനയെ തുടർന്ന് കുട്ടി ചികിത്സയിലായിരുന്നു. ചികിത്സാ പിഴവ് ആരോപിച്ച ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, എന്തായിരുന്നു സംഭവം? 3 വയസ്സുള്ള കുട്ടി ഏക അപർണികയെ 11-ാം തീയതിയാണ് ഇത്തരത്തിൽ വയറുവേദനയെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിച്ചത്. അവിടെ നിന്ന് മരുന്ന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് മരുന്ന് നൽകി പ്രാഥമിക പരിശോധനയും ചികിത്സയെല്ലാം നൽകിയതിനു ശേഷം കടത്തിവിടുകയാണ് ചെയ്തത്. പിന്നീട് തിരിച്ചു പറഞ്ഞയക്കുകയാണ് ചെയ്തത്. പക്ഷേ വീട്ടിലെത്തി മരുന്ന് കഴിച്ചിട്ടും ഇത്തരത്തിൽ കുറവുകളൊന്നും ഉണ്ടായില്ല. ഞായറാഴ്ച വീടിന് സമീപത്തെ മറ്റൊരു ആശുപത്രിയിൽ കാണിച്ചു. പിന്നീട് അവിടെ നിന്ന് കോട്ടയത്തെ കുട്ടികളുടെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. തുടർന്നാണ് വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് ഞായറാഴ്ച വൈകിട്ടോടെ മാറ്റിയത്. ഇവിടെ എത്തിച്ച കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ ലഭിച്ചിട്ടില്ലെന്നാണ് കുട്ടിയുടെ അമ്മ പറയുന്നത്. എന്നാൽ ചൊവ്വാഴ്ച രാവിലെ ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ കുട്ടിയുടെ സ്ഥിതി ഗുരുതരമാണെന്ന് കണ്ട് ICUവിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. പിന്നാലെ മരണം സംഭവിക്കുകയും ചെയ്തു. ഹൃദയാഘാതം മൂലമാണ് കുട്ടി മരിച്ചത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ചികിത്സയ്ക്കിടയിൽ കുട്ടിക്ക് ഭക്ഷ്യവിഷബാധയേറ്റതായുള്ള ഒരു സംശയം ഡോക്ടർമാർ പ്രകടിപ്പിച്ചിരുന്നതായി കുട്ടിയുടെ അമ്മ പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആവശ്യമായിട്ടുള്ള ചികിത്സ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കുട്ടിയുടെ മാതാപിതാക്കളുടെ ആരോപണം. സംബന്ധിച്ച് ഇവർ കട്ടപ്പന പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് അധികൃതരെ സംബന്ധിച്ച് ഈ ആരോപണത്തെ തള്ളുകയാണ്. ആവശ്യമായ ചികിത്സ നൽകിയിരുന്നു എന്ന് തന്നെയാണ്. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ഇപ്പോൾ പറയുന്നത്. ഏതായാലും വിശദമായിട്ടുള്ള റിപ്പോർട്ടെല്ലാം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. മെഡിക്കൽ കോളേജ് അധികൃതർ കൃത്യമായിട്ടുള്ള വിശദീകരണം ഇക്കാര്യത്തിൽ നൽകുന്നതാണ്. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.